ഗൈസ് വെൽക്കം ബാക്ക് ടു ലിബിൻ ഫാമിലി വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മുടിക്കൽ തട്ടുകടയിലേക്കാണേ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ മുടിക്കൽ തട്ടുകടേൻ്റെ അടുത്ത് എത്തി. അപ്പോൾ എത്താനായിട്ടാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം ബാക്കിയുള്ള വീഡിയോകളും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് പുഴയാട്ടോ. അപ്പോൾ നല്ല ഭംഗി അവിടെ കാണാൻ. ഇവിടെ കുറച്ച് കടകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചാൽ മുടിക്കൽ തട്ടുകടയിൽ കുറേ ഉണ്ട് കേട്ടോ. ഒരു 5-6 തട്ടുകട ഈ മുടിക്കലുണ്ട്. അപ്പോൾ പല പേരുകളിലുണ്ട്. അപ്പോൾ നമ്മൾ കയറിയത് പുഴയോരം തട്ടുകട എന്ന കടയിലാട്ടോ. ഇവിടുത്തെ ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇന്ന് നേരെ ഓപ്പോസിറ്റ് പുഴയാണ്. ആ പുഴേൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഫോട്ടോ അവിടെ ചില്ല് ചെയ്യാം നമുക്ക്. കാരണം കാറ്റൊക്കെ കൊണ്ട് ജസ്റ്റ് അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൈബാട്ടോ അവിടെ നിൽക്കാനല്ല. ഇവിടെ ഈ വൈകുന്നേരമാണ് ഓപ്പൺ ആവുള്ളൂ. രാവിലെ ഒന്നും അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം നല്ല തിരക്കുണ്ടാവും. നമ്മൾ പോയതൊരു ബുധനാഴ്ചയോ അങ്ങനെ നമ്മൾ പോയത്. അപ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയത് ഇറച്ചി പുഴുക്കും അതേപോലെ തന്നെ നെയ്പ്പത്തിരിയാണ്. അപ്പോൾ നെയ്പ്പത്തിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഓരെന്ത് ചോദിച്ചാൽ ഞാൻ ചോദിച്ചവരോട് ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തു എന്താ കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ആയിട്ട് നന്നായി സംസാരിച്ചിട്ടാണ്. ഒരിക്കൽ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിലൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പോലെ വീഡിയോയും കാര്യങ്ങളും എടുത്ത് അവിടുന്ന് പൈസയൊക്കെ കൊടുത്ത് നമ്മളെന്ത് ചെയ്ത് അവിടുന്ന് മെല്ലെ ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയുണ്ട് ആ പാലത്തിൻ്റെ ആ സൈഡാട്ടോ അത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി നമ്മൾ കൈവേലി എത്തിയപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര തോരണങ്ങളും കാര്യങ്ങളെല്ലാം കെട്ടിയിട്ട് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ പാർട്ടീൻ്റെ ലോക്കൽ സമ്മേളനം അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇവിടെ ഉള്ള വേറൊന്ന് കണ്ട എന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറേ മറ്റേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. പല ബുക്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എന്നോട് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്ന കേട്ടോ. എൻ്റെ വീട് കുമ്പളച്ചോല എന്ന സ്ഥലത്താണ്. അവിടുന്ന് ഏട്ടൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ. ഏട്ടൻ്റെ വീട് മൊകേരി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്, UP സ്കൂളാണ്. അപ്പോൾ നല്ല രസമുണ്ട് അവിടുത്തെ പുറത്തിങ്ങനെ ചെയ്ത പിക്ചറിൽ ഈ ചിത്രം ഒരു നല്ല ഭംഗിയുണ്ട് വരച്ച ചിത്രമെല്ലാം കാണാൻ. കുറേ തോരണങ്ങളും കാര്യങ്ങളെല്ലാം കെട്ടി മറ്റേ ഇതുണ്ടാവും, ഇതിനെന്താ പറയാൻ എനിക്കറിയില്ല, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളെന്ത് ചെയ്ത് വീട്ടിലെത്തി. അപ്പോൾ ഏട്ടൻ്റെ പെങ്ങടെ മോൻ അവിടുന്ന് സൈക്കിൾ ഓടിക്കുന്നുണ്ടായിരുന്നേ, ഗിയർ സൈക്കിൾ. അപ്പോൾ അവൻ ഫസ്റ്റ് സെക്കൻഡും തേർഡും എല്ലാം ഇട്ടിട്ട് ഓടിച്ച്. പക്ഷെ എനിക്കതൊന്നും അറിയില്ല. ഞാൻ സെക്കൻഡിൽ ഇട്ടിട്ട്